അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ നമ്മൾ ആദ്യമേ തന്നെ ISROയിൽ നിന്ന് തന്നെ തുടങ്ങാം. ISRO PSLV C62 എന്ന് പറഞ്ഞ ആ ഒരു റോക്കറ്റ് 10:17 AM ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്യും. അത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അത് ലോഞ്ച് ചെയ്തിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൽ ഇന്ത്യയുടേതായിട്ടുള്ള അന്വേഷ എന്ന് പറഞ്ഞ ആ ഒരു സാറ്റലൈറ്റ് ആണ് ഇതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പേലോഡ് എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതല ചിത്രം പകർത്തുക എന്നുള്ളത് തന്നെയാണ്. DRDO വികസിപ്പിച്ചെടുത്ത ഹൈപ്പർ സ്പെക്ട്രൽ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ എടുത്ത് നമ്മുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സാറ്റലൈറ്റ് നമ്മൾ അയക്കുന്നത്. ഇതിനോടൊപ്പം കുറേ സാറ്റലൈറ്റുകളും കൂടി പോകുന്നുണ്ട്. മറ്റു പല രാജ്യങ്ങളുടെ സാറ്റലൈറ്റും കൂടി പോകുന്നുണ്ട്. വാനർ റോബോട്ട്സ്, ഈ വാനർ റോബോട്ട്സ് എന്ന് പറയുന്നത് ബോംബെ ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനി ഹ്യൂമനോയിഡ് റോബോട്ടിക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് നമ്മളുടെ ആർമിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ അതുകൊണ്ട് ഹ്യൂമനോയിഡ് റോബോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും എമർജ്ഡ് എസ് പയനിയർ ഫോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, പയനിയർ ഫോഴ്സ് ഇൻ റോബോട്ടിക് സെക്ടർ. അപ്പോൾ ഈ സെക്ടറിൽ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഹ്യൂമനോയിഡിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. 2024 തുടങ്ങിയ കമ്പനിയാണ്. മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. തുടക്കത്തിൽ ഇത് റിസർച്ച് ഡ്രൈവൻ ലബോറട്ടറി ആയിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2025 തന്നെ ഇവർ പ്രോട്ടോടൈപ്പ് ഇതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അതിൻ്റെ മാസ് പ്രൊഡക്ഷൻ ഇപ്പം തുടങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്രൂവലും കാര്യങ്ങളൊക്കെ ഇനി DRDOയുടെ വെരിഫിക്കേഷനിൽ നടക്കും. ഇവർ ശരിക്കും ഡിഫൻസിന് വേണ്ടി മാത്രമല്ല സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ടും റോബോട്ട്സ് നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും G7 പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടും ഈ റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്. സ്പെസിഫിക് റീസണൊക്കെ പറയുന്നുണ്ട്. G7 പലപ്പോഴും ഇന്ത്യയെ ക്ഷണിക്കാറുണ്ട്. ഇന്ത്യ ക്ഷണിക്കാത്തതല്ല, പലപ്പോഴും ഇന്ത്യയെ ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇടപെട്ട കാലങ്ങളിൽ ഇന്ത്യ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്ണർ തന്നെയാണ് G7 മെമ്പറല്ല. ഇതേപോലെ ഒബ്സർവേഷൻ കമ്മിറ്റിയിൽ നമ്മളെ ക്ഷണിക്കാറുണ്ട്. അതേപോലെ നമ്മൾക്ക് സംസാരിക്കാനൊരു അവസരം തരാറുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിലൊരു മാറ്റവും വരുത്താതെ G7 ഇന്ത്യയെ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ്. G7 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റു പല രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കാനഡ, പിന്നെ യൂറോപ്യൻ യൂണിയനെ മൊത്തത്തിൽ ഒറ്റ രാജ്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് വിളിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ. അതിനോടൊപ്പം ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചൈന ഏതാണ്ട് 47 മുതൽ 87% റെയർ എർത്ത് എലമെന്റ്സ് നിലവിലെ ഗ്ലോബൽ സപ്ലൈയിൽ അവരാണ് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഊന്നിയാണ് ചർച്ചകൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. പ്രത്യേകിച്ച് റെയർ എർത്ത് എലമെന്റ്സ്, ക്രിട്ടിക്കൽ മിനറൽ, ആ ഏരിയയിലാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോപ്പർ, ലിഥിയം, കൊബാൾട്ട്, ഗ്രാഫൈറ്റ് ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയർ എർത്ത് എലമെന്റ്സിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇതിൽ റെയർ എർത്ത് ക്രിട്ടിക്കൽ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ വേറെയും കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ആന്റിമോണി പോലത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് ശരിക്കും എന്തിനാണെന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ, ബാറ്ററി, അതുപോലെ മൊബൈലുകളുടെ സ്പെയർ പാർട്സ്, ഇലക്ട്രോണിക്സിന്റെ ഉൽപ്പാദനം, അതേപോലെ തന്നെ ഡിഫൻസ് മേഖലയിൽ എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ പോലത്തെ സംഗതികളൊക്കെ ഉൽപ്പാദിപ്പിക്കാനും ഇതേപോലത്തെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കാനും ഇപ്പം റെയർ എർത്ത് എലമെന്റ്സ് ആവശ്യമാണ്. അതും ജസ്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞാൽ പോരാ, വൻതോതിൽ ആവശ്യമാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സിൽ ഒരു 3ാമത്തെ സ്ഥാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്ലയർ ആയിട്ട് മാറും സമീപ ഭാവിയിൽ. അത് തന്നെയാണ് G7 ഇന്ത്യയെ ഈ രീതിയിൽ സ്ട്രെസ് ചെയ്ത് വിളിക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുന്നത്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി ന്യൂഡൽഹിക്ക് വരികയാണ്. ജനുവരി 15, 16 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കും. ഈ വിസിറ്റിൽ എന്താണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചബഹാർ പോർട്ട്, അതാണ് ചർച്ചാ വിഷയമാകുന്നത്. ചബഹാർ പോർട്ടിലെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വരുന്ന ഏപ്രിൽ മാസം വരെയാണ് അമേരിക്ക ചബഹാർ പോർട്ടിൻ്റെ സാങ്ഷൻസ് വേവർ ചെയ്തിരിക്കുന്നത്. ഈ സാങ്ഷൻസ് വേവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനുകൂല്യം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അത് ഏപ്രിൽ വരെയാണ് അതിൻ്റെ വാലിഡിറ്റി. ഏപ്രിലിൽ അതിൻ്റെ വാലിഡിറ്റി അവസാനിക്കുകയാണ്. അപ്പം ഒന്നെങ്കിൽ അമേരിക്കയുമായിട്ട് സംസാരിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ വേവർ എക്സ്റ്റൻഷൻ വാങ്ങിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക ഒപ്പോസ് ചെയ്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ ഒരിക്കലും ചബഹാർ പോർട്ടിന്റെ ഉപയോഗം നിർത്തിയിട്ടില്ല. അമേരിക്ക സാങ്ഷൻ വിധിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് വളരെ അനിവാര്യമാണ് ആ പോർട്ട്. നമ്മളുടെ ഈ സൈഡിൽ കിടക്കുന്ന ട്രാൻസ്പോർട്ടേഷന് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ചബഹാർ പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗ്ഗം. അതിലൂടെയാണ് അഫ്ഗാനിസ്ഥാൻ ത്രൂ നമ്മൾ സെൻട്രൽ ഏഷ്യ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നത്. ചബഹാർ പോർട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല, അസാധ്യമാണ്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏപ്രിലിൽ അവസാനിക്കാനിരിക്കുന്ന ഈ ഒരു സാങ്ഷൻസ് വേവർ
എക്സ്റ്റെൻഡ് ചെയ്യണം, അതിനെക്കുറിച്ച് മെയിൻ ആയിട്ടും സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ചാബഹാർ പോർട്ട് ഇന്ത്യക്ക് മാത്രമല്ല ഇറാനും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെക്കുറിച്ച് വറീഡാവുന്നത്. ഇന്ത്യയെ കൊണ്ട് ഇറാനിന് കിട്ടുന്ന ഒരു ഉപയോഗം കൂടിയാണ് ചാബഹാർ പോർട്ടിൻ്റെ സാങ്ഷൻസ് വേവർ. അപ്പോൾ ഇത്തവണ അമേരിക്ക അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട് അബ്ബാസ് അറക്ചിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും കൂടി ഇത് മാത്രമല്ല വിഷയം, മറ്റു പല വിഷയങ്ങളിലും ചർച്ചകൾ നടക്കുമെന്നാണ് പറയുന്നത്. ISRO വിക്ഷേപിക്കാനിരിക്കുന്ന PSLV C-62 ഹൈദരാബാദിലെ ഒരു 17 സ്കൂൾ സ്റ്റുഡൻസ് ചേർന്ന് നിർമ്മിച്ച ഒരു പേലോഡ്, ആ പേലോഡും കൂടി അവർ ചേർത്ത് അയക്കുന്നുണ്ട്. ഈ പേലോഡ് സ്കൂൾ കുട്ടികളാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഫ്ലൈറ്റ് റെഡി ക്യൂബ് സാറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു ഡബ്ഡ് പ്രോജക്റ്റാണ്. SBB-1 എന്നാണ് ഇതിൻ്റെ ഒരു കോഡ്. സാറ്റലൈറ്റ് ബ്ലൂ ബ്ലോക്ക് 1 എന്നാണ് വിളിക്കുന്നത്. യങ് സയൻറ്റിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ISRO മുന്നോട്ട് വെക്കുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂൾ കുട്ടികളെ ഈ വിഷയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ സംഭവമാണിത് ശരിക്കും പറഞ്ഞാൽ. ഇതേപോലത്തെ അപ്കമിങ് പ്രോജക്റ്റുകൾ ഓരോ ISROയുടെ വിക്ഷേപണത്തിലും ഇതേപോലെ സ്കൂൾ തലങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തു ആയിക്കോട്ടെ, വിജയിക്കുന്നില്ലയോ എന്നുള്ളതിലല്ല ഇവിടുത്തെ വിഷയം, എന്ത് കണ്ടെത്തുന്നുള്ളതിലല്ല ഇവിടുത്തെ വിഷയം. ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ ഇത് സാധ്യമാകുന്നൊരു വിഷയമാണ്. ഇനി ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഫ്ലൈറ്റ് സർവീസ് വരുന്ന 29-ാം തീയതിയോട് കൂടിയാണ്, 28-29-ാം തീയതിയോട് കൂടിയാണ് അവർ ഈ ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീക്ക്ലി 2 ട്രിപ്പുകളാണ്, അപ്പ് ആൻഡ് ഡൗൺ 2 ട്രിപ്പുകളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പാകിസ്ഥാൻ ടു ബംഗ്ലാദേശ്, ബംഗ്ലാദേശ് ടു പാകിസ്ഥാൻ, ഇങ്ങനെ ആഴ്ചയിൽ 2 ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പെർമിഷൻ ആയിരുന്നു ഇതിൽ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. കാരണം ഇന്ത്യയെ ക്രോസ് ചെയ്ത് വേണം ബംഗ്ലാദേശിലേക്ക് വരാൻ പാകിസ്ഥാൻ. എന്നാൽ അവർക്ക് 2300 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മതി, 1 വേ. പക്ഷേ അതേസമയം ഇന്ത്യ എയർ സ്പേസ് ഓപ്പൺ ചെയ്യുന്നില്ല, പെർമിഷൻ കൊടുക്കുന്നില്ല എങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഏതാണ്ട് 5600 കിലോമീറ്റർ ടോട്ടലി ട്രാവൽ ചെയ്യേണ്ടി വരും. അതായത് ഇരട്ടി, 50% മോർ ട്രാവൽ. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. 2300 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തേണ്ട ആ ഒരു ഡിസ്റ്റൻസ് 5600 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ എത്താൻ പറ്റുകയുള്ളൂ. അതായത് ഏതാണ്ട് 2.25-3 മണിക്കൂർ കൊണ്ട് നടക്കേണ്ട യാത്ര 5 മുതൽ 6 മണിക്കൂർ ടൈം എടുക്കും. ഇതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഫ്യൂവൽ എക്സ്പെൻസസ് ഇതൊക്കെ വളരെ വലുതാണ്. ശരിക്കും പാകിസ്ഥാനും ബംഗ്ലാദേശും ഫൈനാൻഷ്യലി തകർന്നടിഞ്ഞ് കിടക്കുന്ന 2 രാജ്യങ്ങളാണ്. അപ്പോൾ അവർ എയർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും എത്രമാത്രം അവർക്ക് അഫോർഡബിൾ ആയിട്ട് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ കൂടി എയർ സ്പേസ് അടച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പദ്ധതി അടപടലം പൊളിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇന്ത്യ വളരെ നിർണായകമായിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ത്യ അതിന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മാനുഷിക പരിഗണന അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പാകിസ്ഥാന് വീക്ക്ലി 2 വട്ടമല്ലേ, കുഴപ്പമില്ല, ഞങ്ങൾ എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് തരാം, നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് എന്നതിലുപരിയായിട്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഉള്ളിൽ ലാൻഡ് ലോക്ക്ഡായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയും ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു സൈഡിൽ ബംഗാൾ ഓഷനാണ്. അപ്പം അതിലേക്ക് ഇപ്പം ബേ ഓഫ് ബംഗാളിലൂടെ വരണം എന്നുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആ ഒരു പരിഗണന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇതിനകത്ത് വേറെ മറ്റു താല്പര്യങ്ങളുണ്ടാവാം. പക്ഷെ കേട്ടപാടെ നമുക്ക് ഇതിനോടൊരു വിയോജിപ്പാണ് തോന്നിയത്. എന്തുകൊണ്ട് ഇന്ത്യ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേവറിസം ചെയ്ത് കൊടുക്കണം? അങ്ങനെ കൊടുക്കേണ്ടതില്ലല്ലോ. ശരിക്കും ബംഗ്ലാദേശ് അങ്ങനെയല്ലല്ലോ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. ഈ സൈഫുള്ള കസൂരി എന്ന് പറഞ്ഞ ലഷ്കറിന്റെ അനുയായി, ലഷ്കറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവൻ പറഞ്ഞിരിക്കുന്നത് അപ്രിസിയേഷനാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും. ഈ ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയും ഈ ലഷ്കർ എന്ന് പറഞ്ഞ സംഘടനയും രണ്ടുപേരും കൂടി ചേർന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് 1000 പേരെ നമ്മൾ എല്ലാ ടൈമിലും റെഡിയാക്കി നിർത്തണം. അത് എയ്തർ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ, 2 രാജ്യങ്ങളുടെ ബോർഡറിലും ഇവർ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും റെഡി ആയിരിക്കണം. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കടന്നു കയറേണ്ടിയിരിക്കുന്നു, ഇന്ത്യക്കുള്ളിലേക്ക് ഇൻഫിൽട്രേഷൻ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സൈഫുള്ള കസൂരി എന്ന് പറഞ്ഞവൻ ഓൾറെഡി തന്നെ ഈ പഹൽഗാം ആക്രമണത്തിൽ നോട്ടപ്പുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പാക് ബംഗ്ലാദേശ് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മതപരമായ ഭീകരവാദത്തിനെ പിന്തുണയ്ക്കുന്ന 2 രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇങ്ങനെയൊക്കെ ഫ്ലൈറ്റ് സർവീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം എനിക്കുള്ളിലുണ്ട്, മറ്റു പലരുടെ ഉള്ളിലും ഉണ്ടാവാം. ഇതിൻ്റെ മറ്റൊരു സൈഡിൽ ഇന്ത്യ എന്താണ് നോക്കിക്കാണുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് സർവീസിന് ഓക്കെ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതിന് ഉത്തരം പറയേണ്ടി വരും. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കും, രൺധീർ സിംഗ് ജയ്സ്വാൾ അതിനുള്ള ഉത്തരം കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാവാം, നമുക്കും ഇടയ്ക്കിടയ്ക്ക്
ഏതെങ്കിലും റൂട്ടിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് തരാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെയാണോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഇതിന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത വായിച്ചത്. ഇന്ത്യ സർപ്രൈസിംഗ്ലി ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഒരു രീതിയിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കാതെ നോ ഒബ്ജക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.